ഹായ് ഫ്രണ്ട്സ്, വളരെ പെട്ടെന്ന് ഒരു സാധാരണ ഫോട്ടോയുടെ ക്വാളിറ്റി ഒരല്പം വളരെ പെട്ടെന്ന് കൂട്ടാൻ കഴിയുന്ന ഒരു ടെക്നിക്ക് നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഞാനൊരു സാധാരണ ക്യാമറയിലെടുത്ത ഒരു സാധാരണ ഫോട്ടോ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് എടുത്തപടിയുള്ളൊരു ഫോട്ടോ ആണ്. ഡയറക്റ്റ് ക്യാമറയിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്ത ഒരു ഫോട്ടോ ആണ്. മുസണ്ടം എന്ന് പറയുന്ന ഒമാനിലെ മുസണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് കടലിൽ ഒരു പത്തേമാരി കിടക്കുന്ന ചിത്രം. ഒരു മാറ്റവും ചെയ്തിട്ടില്ല. നേരിട്ട് ക്യാമറയിൽ നിന്നെടുത്ത ചിത്രമാണ്. ഇതിനെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, വളരെ പെട്ടെന്ന് ഇതിന്റെ ക്വാളിറ്റി ഒന്ന് കൂട്ടാനായിട്ട്. ഇതിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ നിർമ്മിക്കുകയാണ്. അതിന് പല വഴികളുണ്ട്. ഏറ്റവും എളുപ്പം കൺട്രോളും ജെയും പ്രസ് ചെയ്യുക. കൺട്രോൾ ജെ. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ വന്നു കഴിഞ്ഞു. ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ 1 എന്ന പേരിലാണ് വന്നിരിക്കുന്നത്. അതിനെ നമ്മൾ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നു, അല്ലെങ്കിൽ ഡീസാച്ചുറേറ്റ് ചെയ്യുന്നു. അതിന് മുകളിൽ ഈ മെനുവിൽ പോയിട്ട് ഇമേജ്, അഡ്ജസ്റ്റ്മെന്റ്, ഡീസാച്ചുറേറ്റ്. ഈ ഫോട്ടോ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഈ ലെയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഇതിന് നല്ല പ്രകാശമുള്ളത് കൊണ്ട് നമുക്കൊരല്പം പ്രകാശം കുറച്ചു കൊടുക്കാം. അതിനായിട്ട് ഇമേജ്, അഡ്ജസ്റ്റ്മെന്റ്, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് എടുക്കുക. അതിൽ ബ്രൈറ്റ്നസ് ഒരല്പം കുറച്ചു കൊടുത്തിട്ട് കോൺട്രാസ്റ്റ് ഒരല്പം കൂട്ടുക. ഇത്രയും ചെയ്ത ശേഷം ഇതിന്റെ ഈ ലെയറിന്റെ ബ്ലെൻഡിംഗ് മോഡ് നോർമലിൽ നിന്ന് മാറ്റി ഓവർലേ ആക്കുക. നോക്കൂ, നേരത്തെ ഉണ്ടായിരുന്ന ചിത്രത്തെക്കാട്ടിൽ കുറച്ചുകൂടെ ഭംഗിയായില്ലേ ഈ ചിത്രം. ആ പുറകിലെ മലനിരകളുടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കുറച്ചുകൂടെ വ്യക്തമായിരിക്കുന്നു. ഇത് യഥാർത്ഥ ചിത്രമാണ്. ഇപ്പോൾ നമ്മൾ ഓവർലേ ചെയ്ത ലെയർ ഓഫ് ചെയ്തിട്ട് നോക്കുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത യഥാർത്ഥ ചിത്രമാണിത്. ഇത് ആ ലെയർ കൂടി ആഡ് ചെയ്ത് ഓവർലേ ചെയ്യുമ്പോൾ ഉള്ള ചിത്രം. വളരെ പെട്ടെന്ന് ആ ചിത്രത്തിൽ കുറച്ചുകൂടി മിഴിവ് വർദ്ധിച്ചതായിട്ട് വെറും ഒറ്റ സ്റ്റെപ്പിൽ ചെയ്ത ഒരു കാര്യമാണ്. ഏത് ഫോട്ടോയിലും പരീക്ഷിക്കാവുന്ന ഒരു സിമ്പിൾ മെത്തേഡാണിത്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. തൽക്കാലം ഈ 2 ലെയറും കൂടെ മെർജ് ചെയ്ത് ഒറ്റ ലെയറാക്കി നമുക്ക് മാറ്റാം. അതിന് കൺട്രോൾ ഇ കൊടുക്കുക. നമ്മൾ മുകളിൽ ഇപ്പോൾ പുതിയതായിട്ടുണ്ടാക്കിയ പുതിയ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് കൺട്രോൾ ഇ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഒറ്റ ലെയറായിട്ട് മെർജ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഫോട്ടോയിൽ അഭംഗിയായിട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് ഈ ഡേറ്റും സമയവും. ഈ സംഗതി നമുക്കൊന്ന് മായ്ച്ചു കളയണം. സാധാരണഗതിയിൽ ഒരല്പം പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു, പക്ഷെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അത് അത്രയും ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം എഡിറ്റിൽ നിന്നും ഫില്ല് എടുക്കുക. ഫില്ലിൽ കണ്ടന്റ് അവെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മറ്റ് പല ഓപ്ഷനുകളുണ്ട്. അതിൽ നിന്ന് കണ്ടന്റ് അവെയർ ഓപ്ഷൻ എടുക്കുക. ഓക്കെ കൊടുക്കുക. നോക്കൂ, ആ തീയതിയും സമയമൊക്കെ മാഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവിടെ കടലിന്റെ പശ്ചാത്തലം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. സെലക്ട് കൊടുത്ത് ഡീസെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറി. അവിടെ ആ തീയതിയോ സമയം ഉണ്ടായത് ഒരു ലാൻസിന് പോലും ഇപ്പോൾ ഇല്ല. ഇനി ഈ ഫയൽ നമുക്ക് സേവ് ചെയ്യാം. താങ്ക് യു.